സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു മാസത്തിലേറെയായി അനിശ്ചിതകാല സമരം നടത്തുന്ന ആശാ വർക്കർമാരുമായി സർക്കാർ രണ്ടാമത് നടത്തിയ ചർച്ചയും പരാജയം. NHM ഡയറക്ടർ ഡോക്ടർ വിനയ് ഗോയൽ സമരസമിതി നേതാക്കളുമായി നടത്തിയ ചർച്ചയാണ് പരാജയപ്പെട്ടത്. ആശമാർ ഉന്നയിച്ച ആവശ്യങ്ങളൊന്നും ചർച്ച ചെയ്യുവാനോ തീരുമാനമെടുക്കുവാനോ അധികൃതർ തയ്യാറായില്ലെന്ന് ചർച്ചയ്ക്ക് ശേഷം സമരസമിതി നേതാവ് മിനി വ്യക്തമാക്കി. സമരം തുടങ്ങി 38-ാം ദിവസം പിന്നിടുമ്പോഴാണ് സർക്കാർ ആശാവർക്കർമാരെ ചർച്ചയ്ക്ക് വിളിക്കുന്നത്. നിരാഹാരമടക്കമുള്ള സമരങ്ങളിലേക്ക് പോകുമെന്ന് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് സർക്കാർ ഇടപെടുന്നത്. ഓണറേറിയം വർദ്ധിപ്പിക്കുമെന്ന പ്രധാന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ആശാവർക്കർമാർ സമരത്തിനിറങ്ങിയത്. ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതിന് പുറമെ പെൻഷൻ അനുവദിക്കുക, കുടിശ്ശിക നൽകുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ആശാവർക്കർമാർ മുന്നോട്ട് വയ്ക്കുന്നത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കഴിഞ്ഞ മാസം 10 മുതലാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ പ്രവർത്തകർ സമരം തുടങ്ങിയത്. അതേസമയം പ്രശ്നപരിഹാരത്തിനായി മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ച പരാജയപ്പെട്ട പശ്ചാത്തലത്തിൽ രാപ്പകൽ സമരവുമായി അംഗൻവാടി ജീവനക്കാരും സെക്രട്ടേറിയറ്റ് പടിക്കലേക്ക് എത്തിയിരുന്നു. 38 ദിവസമായി രാപ്പകൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്ക് സമാനമായ സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം ഇരുന്ന ആവശ്യങ്ങൾ നേടിയെടുക്കാനാണ് അംഗൻവാടി ജീവനക്കാരുടെ ശ്രമം. അതേസമയം സമരത്തിന്റെ രൂപവും ഭാവവും മാറുന്നതോടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ എന്തു നിലപാട് സ്വീകരിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് ആശമാർ.